إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ألكم الذكر وله الأنثى تلك إذا قسمة ضيزى സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മാനവ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തയക്കുന്ന ദൂതന്മാരാണ് അൽ അംബിയ അഥവാ പ്രവാചകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്രായേലിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇടയിൽ മറ്റു പ്രവാചകന്മാരില്ല എന്നാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ചിട്ടുള്ളത്. അവിടുന്ന് പറയുകയുണ്ടായി, അന ഔലന്നാസി ബിഈസ ബിനി മറിയം, ജനങ്ങളിൽ ഈസാ നബിയോട് ഏറ്റവും അടുപ്പമുള്ളവൻ, ബന്ധമുള്ളവൻ ഞാനാണ്. ലിഅന്നഹു ലം യകുൻ ബൈനി വബൈനഹു നബിയ്യുൻ, കാരണം എന്റെയും ഈസാ നബിയുടെയും ഇടയിൽ മറ്റു പ്രവാചകന്മാരില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം തന്നെ അത്ഭുതകരമായിരുന്നു എന്നാണ് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെയാണ് ഈസാ നബിയുടെ മാതാവ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത് എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ ധാരാളം പരിഹാസങ്ങൾ, കുത്തുവാക്കുകൾ മറിയം ബീവി കേൾക്കേണ്ടി വന്നു. ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിച്ചു. കുട്ടിയുമായി ജനങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞത്, യാ മറിയം, മറിയമേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയ, എല്ലാവരും കുറ്റപ്പെടുത്താൻ കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് നീ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അവർ പറയുകയുണ്ടായി. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗ, നിന്റെ പിതാവ് ഇതുപോലെ ചീത്ത മനുഷ്യനായിരുന്നില്ല. വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ മാതാവ് ദുർനടപ്പുകാരിയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
പരിഹസിക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഒന്നും മിണ്ടാതെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആംഗ്യം കാണിക്കുകയും തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ തന്നെ ഈസാ അലൈഹിസ്സലാം സംസാരിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ച അപൂർവരിൽ ഒരാളായിരുന്നു ഈസാ അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. തൊട്ടിലേക്ക് കൈ ചൂണ്ടിയ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, തൊട്ടിൽ കിടക്കുന്ന ഈ കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ തൊട്ടിൽ കിടന്നുകൊണ്ട് ഈസാ അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ, എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ അല്ലാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു, നിസ്കരിക്കാൻ സക്കാത്ത് കൊടുക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഈസാ അലൈഹിസ്സലാം തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നത് സഹോദരങ്ങളെ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട അത്ഭുത ദൃഷ്ടാന്തങ്ങൾ വേറെയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള രൂപത്തിൽ സൃഷ്ടിക്കുമെന്നാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനനം നമ്മെ അറിയിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമല്ലാതെ ശൂന്യതയിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച അള്ളാഹു ഒരു പെണ്ണില്ലാതെ ആണിൽ നിന്ന് മാത്രമായി ഹവ്വാ ബീവിയെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആണില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മുഴുവൻ മനുഷ്യരെയും ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരിൽ ഏറെ പ്രത്യേകതകളുള്ള ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു. വിശുദ്ധ ഖുർആനിൽ 25 തവണ പേര് പരാമർശിക്കപ്പെട്ട മഹാനായൊരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് നൽകപ്പെട്ട വേദഗ്രന്ഥമായിരുന്നു ഇൻജീൽ. വിശുദ്ധ ഖുർആനിൽ 12 സ്ഥലങ്ങളിൽ പേര് പരാമർശിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഇൻജീൽ എന്ന വേദഗ്രന്ഥം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശരീഅത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇസ്രായേല്യരെ സംസ്കാര സമ്പന്നരാക്കുക എന്ന ദൗത്യമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രബോധനത്തിലൂടെ നിർവഹിച്ചത്. മറ്റെല്ലാ പ്രവാചകന്മാരും സ്ഥാനം കൊടുത്തതുപോലെ തൗഹീദിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധന ദൗത്യം ഏറ്റെടുത്തു. കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതുമ്പോൾ പക്ഷി പാറിപ്പോകുന്ന ദൃഷ്ടാന്തം ഈസാ നബിയിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ചു. വെള്ളപ്പാണ്ട്, അന്ധത പോലുള്ളവ മാറ്റി സുഖപ്പെടുത്തി കാണിച്ചു കൊടുക്കുക എന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തായിരുന്നു. മരണപ്പെട്ടവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നത് പോലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രകടമായ ഒരു മുഅ്ജിസത്തായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹത്തിന്റെ പുനരാഗമനം നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നും ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട ഈസാ അലൈഹിസ്സലാം അന്ത്യനാളിനോടടുത്ത് സമയത്ത് വീണ്ടും ലോകത്തേക്ക് തിരിച്ചു വരും. വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിലേക്ക് സൂചന നൽകുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, ഈസാ നബിയുടെ വരവ് അന്ത്യനാളിന്റെ അടയാളമാണ്. സൂറത്ത് സുഖ്റുഫിന്റെ 61-ാമത്തെ ആയത്തിൽ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞ്, ഈസാ നബിയെ ഉയർത്തിയതിനെ കുറിച്ച് പറഞ്ഞ് വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, അന്ത്യദിനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈസാ നബിയുടെ വരവ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കുമെന്ന അവസ്ഥ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു തന്നു. എവിടെയാണ് അദ്ദേഹം ഇറങ്ങുക, എപ്പോഴാണ് അദ്ദേഹം ഇറങ്ങുക, ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശാരീരിക പ്രകൃതം എങ്ങനെയായിരിക്കും എന്നുപോലും മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ച രീതിയിലാണ് അദ്ദേഹം ഇറങ്ങി വരിക. അദ്ദേഹത്തിന്റെ ചുമലുകൾക്കിടയിൽ കുങ്കുമ നിറത്തിലുള്ള ഷോളുകൾ തൂക്കിയിട്ടിട്ടുണ്ടാകും. ഒത്ത ശരീരപ്രകൃതിയുള്ള
ചുവപ്പും വെളുപ്പും കലർന്ന സുന്ദര രൂപമായിരിക്കും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടേത്. തല താഴ്ത്തുമ്പോൾ വെള്ളത്തുള്ളികൾ ഉറ്റി വീഴുന്ന, തല ഉയർത്തുമ്പോൾ മുത്തുമണികൾ പുറത്തു പോകും വിധത്തിൽ വെള്ളമുറ്റി വീഴുന്ന, എന്നാൽ നനഞ്ഞ തലയല്ലാത്ത വിധത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ദജ്ജാലിന്റെ കുഴപ്പങ്ങൾ കാരണം വിശ്വാസികൾ പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത്, അവനെതിരെ എല്ലാവരും ഒന്ന് പോരാടാൻ ഒരുമിക്കണമെന്ന് വിശ്വാസികൾ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത്, ഒരു സുബ്ഹ് നമസ്കാരത്തിന് സഫ് നിൽക്കുന്ന സമയത്ത്, അവരുടെ അന്നത്തെ ഇമാം വിശ്വാസികളെയും കൂട്ടി നമസ്കരിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും. ഇമാം മഹ്ദിയാണ് അന്ന് മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമായി ഉണ്ടാവുക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുമ്പോൾ ഇമാമു നിൽക്കാൻ ഈസാ നബിയോട് ഇമാം മഹ്ദി ആവശ്യപ്പെടും. താങ്കൾ തന്നെ ഇമാമു നിൽക്കുക എന്ന് ഈസാ അലൈഹിസ്സലാം തിരിച്ചു പറയും. ഇമാം മഹ്ദി ഇമാമായി നിൽക്കും. ഈസാ അലൈഹിസ്സലാം പിന്നിൽ നമ്മെപ്പോലെ അന്നുള്ള വിശ്വാസികളെപ്പോലെ അണിയായി പിന്തുടരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാനാണ് റബ്ബെന്ന് വാദിച്ച, സ്വർഗവും നരകവും എന്റെ അടുത്തുണ്ട് എന്ന്, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്ക് കഴിയുമെന്ന് വാദിച്ച ദജ്ജാല് അന്ന് ദുർബലനാകും. ദജ്ജാൽ ഓടിപ്പോകാൻ ശ്രമിക്കും. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ പിന്തുടരും. ഫലസ്തീനിലെ കിഴക്കു ഭാഗത്തുള്ള ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച് അവനെ പിടികൂടി കൊന്നു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് വിശ്വാസികൾക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചുള്ള വിശ്വാസമെങ്കിൽ, ചില ആളുകൾ വല്ലാത്ത ജീർണതയിലും ചില ആളുകൾ വല്ലാത്ത തീവ്രതയിലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാം ജാരസന്താനമാണ്, വ്യഭിചാരപുത്രനാണ്. യഊദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ പിഴച്ചവാദം ജൂതന്മാരിൽ ചിലർ പറയുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ, അങ്ങേയറ്റത്തെ ജീർണതയായിരുന്നു അവർ പ്രകടിപ്പിച്ചത്. എന്നാൽ ക്രിസ്ത്യാനികളിൽ ചിലർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അങ്ങേയറ്റം അതിവാദമുള്ളവരായി, തീവ്രതയുള്ളവരായി മാറിയെന്നും ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരിൽ ചിലർ പറഞ്ഞത് അല്ലാഹു തന്നെയാണ് ഈസാ അലൈഹിസ്സലാം എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ലഖദ് കഫറല്ലദീന ഖാലു, ഇങ്ങനെ പറഞ്ഞ ആളുകൾ കാഫിറുകളാണ്. എന്താണ് അവർ പറഞ്ഞത്? ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, അല്ലാഹു തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളയാണ്, അള്ള ഈസാ നബിയാണ് എന്ന് പറഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അവരിൽ മറ്റു ചിലർ പറഞ്ഞത് ത്രിയേകത്വം എന്ന വാദവുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ലഖദ് കഫറല്ലദീന ഖാലു, ഇങ്ങനെ പറഞ്ഞവരും കാഫിറുകളാണ്. ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു മൂന്നിലൊരുവനാണ്. ദൈവം എന്നത് പുത്രൻ, പിതാവ്, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാണ് എന്നും, അതിൽ പിതാവാണ് അല്ലാഹു എന്നും പുത്രൻ ഈസാ നബിയാണ് എന്നും പറയുക വഴി സാലിസു സലാസ, ത്രിയേകത്വം, മൂന്നിലൊരുവനാണ് അല്ലാഹ് എന്ന് പറഞ്ഞവരും കാഫിറുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്നും അവന് പങ്കുകാരില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ക്രിസ്ത്യാനികൾ മുന്നോട്ട് വെച്ച ഏറ്റവും ഗുരുതരമായ പിഴച്ച ദുഷിച്ച വാദമായിരുന്നു അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലു, അവർ പറഞ്ഞുപോയി, ഇത്തഖദർ റഹ്മാനു വലദാ, ഇത്തഖദർ റഹ്മാനു വലദാ, പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചു എന്ന്. അവിടെ എന്തുകൊണ്ട് അർ-റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ നാമം ഉപയോഗിച്ചു എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന അള്ളാഹുക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത, അവനെ വേദനിപ്പിക്കുന്ന ആ വാദം പറയുകയും എന്നിട്ടും അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നവനുമാണ് അള്ളാഹു. അതുകൊണ്ട് അവൻ അർ-റഹ്മാനാണ്, പരമകാരുണികനാണ്. ഇത്തഖദർ റഹ്മാനു വലദ, പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഇത് അവർ മാത്രമല്ല, ജൂതന്മാരും ഈ വാദം പറഞ്ഞവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുകയാണ് ജൂതന്മാരുടെ വാദമായി, വഖാലത്തിൽ യഹൂദ്, ജൂതന്മാർ പറയുകയുണ്ടായി, ഉസൈർ അലൈഹിസ്സലാം അള്ളാന്റെ സന്താനമാണെന്ന്. വഖാലത്തിൻ നസ്വാറൽ മസീഹ് ഇബ്നുല്ലാഹ്, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ അലൈഹിസ്സലാം അള്ളാന്റെ സന്താനമാണെന്ന്.
9-ാം അധ്യായം സൂറത്തു തൗബയിലെ 30-ൽ 2 വിഭാഗത്തെക്കുറിച്ചും അല്ലാഹ് പറഞ്ഞു. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണെന്ന്. വഖാലത്തിൻ നസ്വാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സന്താനമാണെന്ന്. അല്ലാഹ് പറഞ്ഞു ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അത് വെറും വായ കൊണ്ട് പറച്ചിൽ മാത്രമാണ്, അത് വെറും വായ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിച്ചവരായിരുന്നു മക്കയിലെ ബഹുദൈവാരാധകർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫസ്ഫാകും റബ്ബുക്കും ബിൽ ബനീൻ, നിങ്ങൾക്ക് അല്ലാഹു ആൺമക്കളെ തെരഞ്ഞെടുത്തു തന്നിരിക്കുകയാണോ? വത്തഖദ മിനൽ മലായികതി ഇനാസ, പെൺമക്കളായി മലക്കുകളെ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയുമാണോ? സഹോദരങ്ങളെ, അവർക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ജനിച്ചു വീഴുന്നത് പെൺമക്കളാണ് എന്ന കാര്യം. തനിക്ക് തന്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് മുഖം ചുളിഞ്ഞു പോകുന്ന, കറുത്തിരുണ്ടു പോകുന്ന, ദേഷ്യം കൊണ്ട് വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആളുകൾ എന്നോട് എങ്ങനെ മകളേതാണ്, മക്കളുണ്ടോ, ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുമോ എന്ന് ഭയന്ന് വീട്ടിൽ ഒളിച്ചിരിക്കുന്നവരായിരുന്നു അവർ. കുഴിച്ചു മൂടണോ അതല്ല അപമാനം സഹിച്ച് വളർത്തണോ എന്ന് ചിന്തിച്ചവരായിരുന്നു അവർ. എങ്കിൽ ആ പെൺമക്കളെ അവർ അള്ളാഹുവിന് വെച്ചു കൊടുക്കുകയാണ്. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ. അലക്കുമുസ്സക്കറു വലഹുൽ ഉൻസാ, നിങ്ങൾ കാണും അവന് പെണ്ണുമോ, നിങ്ങൾ കാൺമക്കളും അല്ലാഹുവിന് പെൺമക്കളോ? തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസാ, അത് നീതിയില്ലാത്തൊരു വിധിയായി പോയി. റബ്ബിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് സഹോദരങ്ങളെ ഈ കാര്യം ആവർത്തിച്ചു പറയുന്നത്. അല്ലാഹു പറയാണ് ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ യുസമ്മൂനൽ മലായികത തസ്മിയത്തൽ ഉൻസാ, മലക്കുകൾക്ക് പെണ്ണുങ്ങളുടെ പേരിടുകയാണ്. സ്ത്രീനാമങ്ങൾ മലക്കുകൾക്ക് കൊടുത്തിട്ട് അത് അള്ളാന്റെ മക്കളാണ് എന്ന് മുശ്രിക്കുകൾ പറയുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഖുർആനിന്റെ സൂറത്തു നജ്മിലെ 37-ൽ ഈ കാര്യം നമുക്ക് കാണാം. സൂറത്തു സ്വാഫാത്തിലും സൂറത്തു നഹ്ലിലും സൂറത്തു ഇസ്രായിലും ആവർത്തിച്ചല്ല പറഞ്ഞു അള്ളാഹുവിന് പെൺമക്കളെ സ്വീകരിച്ചു എന്നത് വൃത്തികെട്ട വാദമാണ് എന്ന്. സഹോദരങ്ങളെ, എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ പറയുകയാണ് വയജ്അലൂന ലില്ലാഹിൽ ബനാത്ത്, അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ട് എന്ന വാദം അവർ പറയുന്നു. സുബ്ഹാനഹു, അല്ലാഹ് എത്ര പരിശുദ്ധൻ. വലഹും മാ യശ്തഹൂൻ, അവർക്ക് അവർ ഇഷ്ടമുള്ളവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും പറഞ്ഞ ഈ വാദത്തിന് അള്ളാഹു നൽകുന്ന മറുപടി എന്താണ്? ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്, അവൻ ജന്മം നൽകിയിട്ടില്ല, അവൻ ജനിച്ചവനുമല്ല, ഒരാളുടെയും പിതാവല്ല, ഒരാളുടെയും പുത്രനല്ല. അള്ളാഹു പിതാവുമല്ല പുത്രനുമല്ല, ആർക്കും ജന്മം നൽകിയിട്ടുമില്ല, ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല. വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 തുല്യമായത്? 2 നിലയിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഖുർആനിൽ ആകെ പറയുന്നത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് എന്നീ 3 കാര്യങ്ങളാണെങ്കിൽ അതിന്റെ തൗഹീദ് മുഴുവൻ സൂറത്തുൽ ഇഖ്ലാസിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിന്റെ 1/3 തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ്. 10 ജുസ് ഓതിയ കൂലിയാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ പാരായണത്തിന്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 തുല്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് സന്താനമില്ല എന്ന കൃത്യമായ ആശയമാണ് സൂറത്തുൽ ഇഖ്ലാസിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുരുതരമായ ഈ വാദത്തിന്റെ അപകടം ഖുർആൻ അനാവരണം ചെയ്യുന്നുണ്ട്. അള്ളാഹു പറയാണ് വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ. ഗുരുതരമായൊരു വാദമാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എത്രത്തോളം ഗുരുതരം? തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർള് വതഖിറുൽ ജിബാലു ഹദ്ദാ. സുഹൃത്തുക്കളെ, ഇതിലേറെ ഗൗരവമായി ഈ വിഷയത്തിന്റെ അപകടം എങ്ങനെ പഠിപ്പിക്കും? നമ്മൾ സാധാരണ ചിലപ്പോൾ ചോദിക്കും, എന്താ അങ്ങനെ ചെയ്താ ആകാശം ഇടിഞ്ഞു വീഴോ, ലോകം അവസാനിക്കുവോ, ഭൂമി പൊളിഞ്ഞാടുവോ, പർവ്വതങ്ങൾ പാറിപ്പോകുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. അള്ളാഹു പറയുകയാണ് തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു,
അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുക വഴി ആകാശം പൊളിഞ്ഞു ചാടാനായിരിക്കുന്നു. ഭൂമി വിണ്ടുകീറാനായിരിക്കുന്നു. പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാനായിരിക്കുന്നു. റഹ്മാനായ റബ്ബിന് സന്താനമുണ്ട് എന്ന് വാദിക്കുക വഴി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹു സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും അവന് യോജിച്ചതല്ല. അള്ളാഹ് പറഞ്ഞു, വമാ യംബഗി ലിർറഹ്മാനി അയ്യത്തഖിദ വലദാ. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും അള്ളാഹുവിന് യോജിച്ചതേയല്ല. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർ അള്ളാഹുവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ അഹദുൻ അസ്ബറു അലാ അദാ സമിഅഹു മിനല്ലാഹ്. കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നവൻ അള്ളാഹുവിനെ പോലെ ആരും ഉണ്ടാവുകയില്ല. ഇത്രയും കേട്ടിട്ട് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നവൻ റബ്ബിനെ പോലെ മറ്റാരും ഉണ്ടാവുകയില്ല. എന്തേ കാരണം? യദ്ദഊന ലഹുൽ വലദ്, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് ചിലർ വാദിക്കുന്നു. സുമ്മ യുആഫീഹിം വയർസുഖുഹും, എന്നിട്ടും അവർക്ക് ഉപജീവനവും ആരോഗ്യവും ഒക്കെ അതേ അള്ളാഹു കൊടുക്കുന്നു. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം അവർ പറയുന്നു. ആ പറയുന്നവർക്ക് പറയാനുള്ള നാവ് അള്ളാഹ് കൊടുക്കുന്നു, ശ്വസിക്കാനുള്ള വായു അള്ളാഹ് കൊടുക്കുന്നു. അള്ളാഹ് എന്തൊരു സ്വാബിറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, എത്രത്തോളം അവിടുന്ന് പറഞ്ഞു എന്നോ ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഖാലല്ലാഹ്, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, കസ്സബ ബിനു ആദം വലം യകുൽ ലഹു ദാലിക്. മനുഷ്യൻ എന്നെ കളവാക്കുകയാണ്, അതവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. വശതമനി വലം യകുൽ ലഹു ദാലിക്. അവൻ എന്നെ ചീത്ത വിളിക്കുകയാണ്, അതവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഫഅമ്മാ തക്ദീബുഹു ഇയ്യായ, എന്നെ കളവാക്കുക എന്ന് പറഞ്ഞാൽ ലൻ യുഈദനി കമാ ബദഅനി, ആദ്യം സൃഷ്ടിച്ചതുപോലെ മരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ സൃഷ്ടിക്കുകയില്ല എന്ന് അവൻ പറയുകയാണ്. അത് എന്നെ കളവാക്കലാണ്. വഅമ്മാ ശതമനി വഅമ്മാ ശതമുഹു, എന്നാൽ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഖൂലു, അവൻ പറയുന്നു, ഇത്തഖദല്ലാഹു വലദാ, അല്ലാഹ് സന്താനത്തെ സ്വീകരിച്ചു എന്ന് അവൻ പറയുന്നു. അത് എന്നെ ചീത്ത വിളിക്കലാണ്. വഅനൽ അഹദുസ് സമദു ലം അലിദ് വലം ഊലദ് വലം യകുൽ ലീ കുഫുവൻ അഹദ് എന്ന് അല്ലാഹ് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എന്തിനിറങ്ങി? പല ലക്ഷ്യങ്ങളുമുണ്ട് ഖുർആനിന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇന്ന് നമ്മൾ പാരായണം ചെയ്ത, വെള്ളിയാഴ്ച ഒരു വിശ്വാസിയെ കൊണ്ട് പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഒരു വക്രതയും വളവുമില്ലാതെ വിശുദ്ധ ഖുർആൻ തന്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത റബ്ബിനാകുന്നു സർവ്വസ്തുതിയും എന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ എന്തിനാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. അല്ലാഹ് സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർക്ക് കനത്ത താക്കീത് നൽകാനാണ് ഖുർആൻ. അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്നവർക്ക് കനത്ത താക്കീത് നൽകാനാണ് ഖുർആൻ. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മാ ലഹും ബിഹി മിൻ ഇൽം വലാ ലിആബാഇഹിം. അവർക്കോ അവരുടെ പൂർവികർക്കോ അതിന് യാതൊരു തെളിവുമില്ല. യാതൊരു തെളിവും അവർക്ക് ഹാജരാക്കാനാകില്ല. കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബാ. അവരുടെ വായകളിൽ നിന്ന് പുറത്തു വന്ന ആ വാദം ഗൗരവമുള്ള വാദമാണ്. യഖൂലൂന ഇല്ലാ കദിബാ, നുണ പറയുകയാണവർ, കള്ളമല്ലാതെ അവർ പറയുന്നില്ല. അല്ലാഹുവിന് സന്താനമുണ്ടെന്ന വാദം പച്ചക്കള്ളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അൽ കഹ്ഫ് സൂറയിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിഷയം വളരെ ഗൗരവമാണ്, തൗഹീദിന്റെ ഭാഗമാണ്, ശിർക്കിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഷയത്തെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الصلاة والسلام على رسوله الأمين وعلى آله والصحابة الطيبين ومن تبعهم بإحسان إلى يوم الدين أما بعد. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച്
തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രത്തിന്റെ ചുരുങ്ങിയ രൂപമാണ് ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയത്. അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമായിരുന്നു എന്നും ദൈവമോ ദൈവപുത്രനോ ദൈവാവതാരമോ അല്ല എന്നും അള്ളാഹു ഒരിക്കലും ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്നും അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം ആകാശങ്ങൾ തകർന്നു പോകാൻ മാത്രം ഗുരുതരമായ വാദമാണ് എന്നുമൊക്കെ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ വിശ്വാസം തെറ്റാണ് എന്നും അള്ളാഹുവിന് സന്താനമില്ല എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമീങ്ങൾക്കുമുണ്ട്. അത്ഭുതം അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം പറയുന്നവരുടെ മതചിഹ്നങ്ങൾ, അവരുടെ നക്ഷത്രങ്ങൾ വീട്ടിലും കടയിലും സ്ഥാപനത്തിലും വാഹനത്തിലുമൊക്കെ തൂക്കിയിടുന്ന മുസ്ലിമീങ്ങളുടെ കാര്യത്തിലാണ് നമുക്ക് അത്ഭുതം. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദിവസം, ആ ദിവസത്തിൽ അവരാഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് ആശംസകൾ നേരുന്ന, ലൈക്കടിക്കുന്ന, കേക്ക് മുറിക്കുന്ന, സന്ദേശങ്ങൾ കൈമാറുന്ന, സമ്മാനങ്ങൾ നൽകുന്ന മുസ്ലിമിന്റെ വിഷയത്തിലാണ് സഹോദരങ്ങളെ നമുക്ക് അത്ഭുതം. ഒരു മുസ്ലിമിന് അത് പാടുണ്ടോ? അവരുടെ ആരാധനാ കർമ്മങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന വസ്ത്രങ്ങൾ, അതേ നിറത്തിലും രൂപത്തിലുമുള്ള കുപ്പായവും തൊപ്പിയുമിട്ട് ചാടുകയും ആടുകയും ചെയ്യുന്ന രൂപം മുസ്ലിമെ നമുക്ക് അനുവദനീയമാണോ? നമുക്ക് എന്താണ് പറ്റിയത്? നിന്റെ പേര് അബൂബക്കറും അബ്ദുറഹ്മാനും അബ്ദുള്ളയും ഒക്കെയാണ്, മറിയമും ഖദീജയും ഫാത്തിമയും ആയിഷയും ഒക്കെയാണ്. പക്ഷേ നിന്റെ ജീവിതം സൂറത്ത് ഫാത്തിഹയ്ക്ക് പോലും എതിരാണ്. നിന്റെ ജീവിതം സൂറത്തു മറിയമിനെതിരാണ്. നിന്റെ ജീവിതം സൂറത്തുൽ ഇഖ്ലാസിനെതിരാണ്. വിശുദ്ധ ഖുർആനിനെതിരാണ് നിന്റെ ജീവിതം എന്ന് പരിശോധിക്കാൻ മുഅ്മിനീങ്ങളെ, അത്തരത്തിലുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിൽ പോലും പഠിപ്പിച്ചത് ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ആദർശപരമായ ഒരു വേർതിരിവ് കാണിക്കാതിരിക്കാൻ കഴിയുക? സുഹൃത്തുക്കളെ, ഇതൊന്നും ആരോടുമുള്ള വ്യക്തിപരമായ വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നുമല്ല, മറിച്ച് ആദർശപരമായ വേർതിരിവും മതപരമായ വിയോജിപ്പുമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ, ബറാഅത്ത് കാണിക്കേണ്ടിടത്ത് വേറിട്ട് നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കാൻ, വലാ ബന്ധം വെക്കേണ്ടിടത്ത് ബന്ധം വെക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ വിഷമങ്ങൾ അറിയുന്ന റബ്ബേ, നീ അവർക്ക് ആശ്വാസവും ശമനവും സൗഖ്യവും നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. എല്ലാ കാര്യങ്ങളിലും സത്യമേതെന്ന് മനസ്സിലാക്കി ആ സത്യത്തെ പുൽകാൻ നീ ഞങ്ങൾക്ക് സന്മനസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.